ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും 2026 ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ അലോങ് വിത്ത് നമ്മുടെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ന്യൂ ഇയറിന്. അപ്പം അതിൻ്റെയും കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ അതേ 12 മണിക്ക് നമ്മൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂ ഇയർ കേക്കിന് ഞാൻ പ്ലം കേക്ക് ആയിരുന്നു സെറ്റ് ചെയ്തത്. കാരണം ലിതിനും ഭാവനയ്ക്കും അതിൽ അനീഷയ്ക്കൊന്നും നമ്മളെ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ കേക്ക് ഞാൻ പ്ലം കേക്കായിട്ടും പിന്നെ ബർത്ത്ഡേ കേക്ക് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഫുൾ ഡൗൺ ഓപ്പൺ ഡാഷ്ബോർഡ്. ചെക്ക് ബാക്ക് സീറ്റ്. ഇതാണോ ഓപ്പൺ ഡിക്കി? എന്താ സർപ്രൈസ്. എന്തൊക്കെയോ ഉണ്ട് ഒരു ഗിഫ്റ്റ്. എന്താണ് രണ്ടു വാക്ക് സംസാരിക്കാനുള്ളത്? ഒന്നും പറയാനുള്ളത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ ഈ ന്യൂ ഇയറിനായതുകൊണ്ട് നമ്മൾ ബീച്ചിലായിരുന്നു ഇപ്രാവശ്യം ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ കേക്ക് കട്ടിങ്ങും ചെയ്തത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ശേഷമാണ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ബോയ്സിന് അങ്ങനെ കുറച്ച് നമുക്ക് അങ്ങനെ കൊടുക്കാൻ വെറൈറ്റി ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഐറ്റംസും പിന്നെ ഷൂസ് അങ്ങനെ പെർഫ്യൂം അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റൊക്കെ ഓൾമോസ്റ്റ് ഏട്ടനെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. രണ്ടുമൂന്നെണ്ണം മാറ്റേണ്ടി വന്നു, കാരണം സൈസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കേക്കിൻ്റെ ടേബിൾ എടുക്കാനും ഒക്കെ നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് നമുക്ക് അത്ര കേക്ക് കട്ടിങ് ഒന്നും അത്ര കാര്യമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നമ്മളെ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ കബാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷേൻ്റെ സ്പെഷ്യൽ മാരിനേഷനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ മന്തി നമ്മൾ ഓൾറെഡി 2 ബക്കറ്റ് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ടീംസ് എല്ലാം ഉണ്ടായിരുന്നു. കുട്ടീസൊക്കെ നല്ല ഓടിച്ചാടി കളിയായിരുന്നു. അങ്ങനെ നമ്മളെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഗ്രില്ലായി, കബാബെല്ലാം നമ്മൾ അപ്പം തന്നെ റെഡി ആവുന്നതിനനുസരിച്ച് കഴിച്ച് അപ്പം തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ മന്തിയും കബാബും ചിക്കനും എല്ലാം നമ്മൾ തട്ടി ഒരു 2 മണി വരെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ലായിരുന്നു, ആകെ ഒരു ടെൻഡേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയായി ബീച്ച്. അപ്പോൾ നമുക്ക് അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റേ, പിന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ദി നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെല്ലാവരും കൂടെ ഫുജീറ കോർഫക്കാനിൽ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അവിടെ ഷീസ് പാർക്ക് ഉണ്ട്. അപ്പം അങ്ങനെ അവിടേക്ക് പോകാനായിട്ട്, കാരണം ഇതിന് ഭാവനയൊക്കെ നമുക്ക് ഒന്നിച്ച് ലീവ് കിട്ടുന്ന കുറച്ച് സമയങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഷീസ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മണിയായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ പിന്നെ അവിടെ എത്തി. ഒരു 3 മണിയായപ്പോൾ നമ്മളൊരു അറബിക് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള അറബിക് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ വന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പീസ് എഗ്ഗ് പറഞ്ഞിട്ടുള്ള നമ്മളെ രാജ്മയും എഗ്ഗും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സബ്ജിയും, പിന്നെ കുനാഫ, പിന്നെ മറ്റേ ഷ്രിമ്മില്ലേ പ്രോൺസിൻ്റെ ഫ്രൈ ചെയ്തതും അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ ഷീസ് പാർക്കിലേക്ക് വിടുവാണ്. ഇവിടുന്ന് കുറച്ച് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഷീസ് പാർക്കിലേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോ അത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പോണ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചുറ്റും നല്ല മലകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് കളിക്കാൻ ഷീസ് പാർക്കിൽ കുറച്ച് ആ ഒരു ആംബിയൻസും പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട്. ഉള്ളിൽ കഫേ ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡൊക്കെ എടുത്തിട്ട് പോവാം. പിന്നെ എൻട്രി ഫീസ് 5 dirhams മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് ഫോട്ടോ സ്പോട്ടൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ന്യൂ ഇയർ വിശേഷം. അപ്പോൾ ഒരു 7:30 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നേരെ നമ്മളിനി റാസൽ ഖൈമയ്ക്ക് വിടുകയാണ്. നമുക്കൊരു 1 hour ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ.